നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് തണ്ണീർക്കോട് റോഡിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇരുചക്ര വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. തണ്ണീർക്കോട് കാരാട്ട് വളപ്പിൽ 78 വയസ്സുള്ള ബാലകൃഷ്ണനാണ് മരിച്ചത്. തിങ്കളാഴ്ച കാലത്ത് 11 മണിയോടെ തണ്ണീർക്കോട് ശിവക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയടിച്ച് റോഡിൽ വീണ ഉടൻ തന്നെ ബാലകൃഷ്ണനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. CPIM ചാലിശ്ശേരി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, CPIM തണ്ണീർക്കോട് ബ്രാഞ്ച് സെക്രട്ടറി, കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി അംഗം, യൂണിറ്റ് പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി തണ്ണീർക്കോട് സ്ഥാപക പ്രസിഡന്റ്, ക്ഷീരസഹകരണ സംഘം തണ്ണീർക്കോട് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPIM തണ്ണീർക്കോട് ബ്രാഞ്ച് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ലക്ഷ്മിക്കുട്ടിയാണ് ഭാര്യ. ജിതേഷ്, അജിത് കുമാർ എന്നിവർ മക്കളാണ്. പെങ്ങാട് കള്ളുഷാപ്പിൽ പകൽ സമയത്തു കയറി ഷാപ്പുടമയെ ആക്രമിച്ച് 8 പവന്റെ സ്വർണമാലയും മൊബൈൽ ഫോണും കവർന്ന കേസിൽ തൃത്താല സ്വദേശികൾ ഉൾപ്പെടെയുള്ള പ്രതികൾ പോലീസ് പിടിയിൽ. തൃത്താല കുമ്പിടി കൂടല്ലൂർ സ്വദേശികളായ കാടംകുളത്തിൽ മുഹമ്മദ് മുസ്തഫ, മണ്ടമ്മാക്കയിൽ ജിഷ്ണു രാജഗോപാൽ, പറക്കുളം സ്വദേശി മംഗലത്ത് വളപ്പിൽ ഫൈസൽ, തൊടുപുഴ കുമാരമംഗലം ഇടത്തിപ്പറമ്പിൽ അജ്മൽ എന്നിവരെയാണ് കൊളത്തൂർ SHO M ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. ഈ മാസം 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പകൽ സ്കൂട്ടറിലെത്തിയ പ്രതികൾ ഷാപ്പിലിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഷാപ്പുടമ ദാമോദരന്റെ കഴുത്തിലുണ്ടായിരുന്ന 8 പവന്റെ സ്വർണമാലയും മേശപ്പുറത്തിരുന്ന 10,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും തട്ടിയെടുത്ത ശേഷം കടന്നു കളയുകയായിരുന്നു. പിന്നീട് എറണാകുളം, മൂന്നാർ, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങി ബംഗളൂരുവിലെത്തി ഒളിവിൽ കഴിയവെയാണ് പോലീസ് സംഘം സാഹസികമായി ഇവരെ പിടികൂടിയത്. 30 കിലോമീറ്ററോളം ദൂരത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. പ്രതികൾ രാസലഹരികളടക്കം ഉപയോഗിക്കുന്നവരും സ്ഥിരം ക്രിമിനലുകളുമാണെന്ന് പോലീസ് പറഞ്ഞു. 1-ാം പ്രതി മുസ്തഫയ്ക്ക് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം അടക്കം 10 കേസുകളുണ്ട്. 2-ാം പ്രതി അജ്മലിന് വധശ്രമവും മാലമോഷണവുമടക്കം 9 കേസുകളുണ്ട്. അജ്മൽ 2 മാസത്തോളമായി തൊടുപുഴയിൽ നിന്നും കൂടല്ലൂരിലെത്തി മറ്റു പ്രതികളുടെ കൂടെയായിരുന്നു താമസം. 3-ാം പ്രതി ജിഷ്ണുവിന് 2 കേസുകളും 4-ാം പ്രതി ഫൈസലിന് മണൽ കടത്തിയ 1 കേസുമുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ SHO M ബിജു, ASI ജോർജ്, CPOമാരായ നജ്മുദ്ദീൻ, ദിനേശ്, നിസാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ശുചിത്വ ഹർത്താൽ ആചരിച്ചായിരുന്നു ശുചീകരണ യജ്ഞത്തിന് തുടക്കമായത്. നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ ഹർത്താലോടുകൂടിയാണ് മഴക്കാല രോഗ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 മണിക്കൂർ നഗരം ശുചീകരണത്തിനായി മാറ്റിവെച്ചായിരുന്നു പ്രവൃത്തികൾ ആരംഭിച്ചത്. നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുവാനും ഹരിതമാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി നിർവഹിച്ചു. ശുചിത്വ ഹർത്താലിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ആദ്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി നഗരസഭയിൽ വ്യാപാരി വ്യവസായികളുടെയും ബിൽഡിംഗ് ഓണേഴ്സിന്റെയും എല്ലാ അസോസിയേഷന്റെയും നേതൃത്വത്തിലുള്ള റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരം ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മഴ ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരാൻ പോവുകയാണ്. അപ്പൊ ഒരു മഴ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ വീട്, നമ്മുടെ പരിസരങ്ങൾ, കടകൾ, പട്ടാമ്പി നഗരം, അഴുക്കുചാലുകൾ, തോടുകൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ മാരകമായ രീതിയിലുള്ള പകർച്ചവ്യാധികളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം നൽകുന്നത്. അപ്പൊ വിദ്യാർത്ഥികളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറെ സ്വാഗതാർഹമായ രീതിയിലുള്ള അല്ലെങ്കിൽ സുദൃഢമായ രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. NSSന്റെയൊക്കെ ഓരോ വർഷത്തെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോഴും ഓരോ വീടുകളിൽ കയറി ചെന്ന് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ഒരു സന്ദേശം നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരത്തിലാണെങ്കിൽ നമുക്കറിയാം, നഗരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തികഞ്ഞ അവബോധമുള്ള ആളുകളാണ്. ആയതുകൊണ്ട് തന്നെ നഗരസഭ എടുക്കുന്ന
ഇത്തരം ഒരു തീരുമാനം അത് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള 1 മണിക്കൂർ സമയം നഗരത്തിലെ ശുചിത്വത്തിനായി എല്ലാവരും നിർബന്ധമായും മാറ്റിവെക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ഈ സമയത്ത് വ്യാപാരികൾ, സ്ഥാപന ഉടമകൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ തങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കി ഈ ജനകീയ പദ്ധതിയുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മൊഴിക്കുന്നം, ഷാഹുൽ ഹമീദ്, TP ഉസ്മാൻ, K മധുസൂദനൻ, സുബ്രഹ്മണ്യൻ MP, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ S, ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭയിലെ വിദ്യാലയങ്ങളിലെ NSS, NCC, സ്കൗട്ട് ആൻഡ് വിദ്യാർത്ഥികൾ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, വ്യാപാരികൾ, പരിസ്ഥിതി പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും യജ്ഞത്തിൽ പങ്കാളികളായി. ശുചിത്വം പാലിക്കാം, ആരോഗ്യം സംരക്ഷിക്കാം, നമ്മുടെ നഗരത്തിനെ മനോഹരമാക്കാം എന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകുന്നത്. കോഴിക്കോടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പട്ടാമ്പി ശങ്കരമംഗലം സ്വദേശി ഹംസ സിദാനാണ് മരിച്ചത്. മെയ് 14 കോഴിക്കോട് വെച്ചായിരുന്നു വാഹനാപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായ പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പട്ടാമ്പി ശങ്കരമംഗലം സ്വദേശി ഹംസ സിദാൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ശങ്കരമംഗലം CKM കോളനിയിൽ താമസിക്കുന്ന പുളിക്കൽ ഉസ്മാൻ നിഷാദിന്റെയും ഷഹനാസിന്റെയും മകനാണ്. കോതമംഗലം എൽദോ മാർ ബസ്ലിയോസ് കോളേജിൽ BBA വിദ്യാർത്ഥിയാണ്. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം കുമരനല്ലൂർ സെന്ററിൽ നടന്നു. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ അധ്യക്ഷയായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന അക്ബർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിലാഷ്, വൈസ് പ്രസിഡന്റ് P രാജീവ്, അലി കുമരനല്ലൂർ, K നൂറുൽ അമീൻ, VP ഫാത്തിമ, ഷെരീഫ് അന്നിക്കര, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയേർഡ് NCC ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻ സ്റ്റാഫിന്റെ 10ാമത് ബെസ്റ്റ് കേഡറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയന് കീഴിലെ മികച്ച NCC കേഡറ്റുകളെയും 80 പിന്നിട്ട മുൻ NCC ഓഫീസർ സൂപ്രണ്ട് A ഉണ്ണികൃഷ്ണനെയുമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് ആദരിച്ചത്. കോളേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ അശോക് കുമാർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ R രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. NCC എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് എൻ്റെ 2 ജ്യേഷ്ഠന്മാരും NCC കേഡറ്റുകളായിരുന്നു. അവർ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ഇതിന്റെ പരിപാടികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പുല്ലാപ്പറ്റ സ്കൂളിലെ രാധാകൃഷ്ണൻ മാഷായിരുന്നു NCC ഓഫീസർ. ഒരു സാധാരണ അധ്യാപകൻ എന്നതിനപ്പുറത്തേക്ക് മികച്ച അധ്യാപകൻ. പക്ഷെ എനിക്കിന്ന് ഇവിടെ നിന്ന് ഈ ഒരു നിലയിലെത്തി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ മാഷെ ഒരു മാതൃക അധ്യാപകനെ കണ്ടുകൊണ്ട് മാഷിന്റെ ക്ലാസ്സുകൾ കേട്ടതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പൊ മാഷെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ 2 വാക്കുകൾ സംസാരിക്കുകയാണ്. അപ്പൊ NCC എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടികളിലെ രാഷ്ട്രബോധം, ദേശീയബോധം, അച്ചടക്കം, അതുപോലെ തന്നെ സേവന സന്നദ്ധത തുടങ്ങി അവരെ മികച്ച പൗരന്മാരായി, ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കാൻ പാകത്തിൽ ഇത്തരത്തിലുള്ള ഒരു NCCയുടെ പരിപാടി അത് എല്ലാ മേഖലകളിലും ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നീട് സ്കൂളിലെ ആ ഒരു അനുഭവം, അന്ന് ലേഡീസ് പെൺകുട്ടികൾക്ക് സ്കൗട്ട്സ് ഒന്നും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്തും അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പിന്നീട് ഇവിടെ പട്ടാമ്പി കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ NCCയുടെ നല്ല ഒരു യൂണിറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് സാറിന്റെ നേതൃത്വത്തിൽ CN ഭവദാസനുണി അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് NCC ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻ സ്റ്റാഫിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു 10ാമത് ബെസ്റ്റ് കേഡറ്റ് അവാർഡ് വിതരണം നടത്തിയത്. മുതിർന്ന NCC ഓഫീസറെ ആദരിക്കലുമുണ്ടായി. സെക്രട്ടറി ബാലകൃഷ്ണൻ എഴുവന്തല, V ഗോവിന്ദദാസ്, A ഉണ്ണികൃഷ്ണൻ, റിട്ടയർഡ് ക്യാപ്റ്റൻ ഡോക്ടർ അബ്ദു പതിയൽ, ലഫ്റ്റനന്റ് പ്രമോദ്, ക്യാപ്റ്റൻ മുഹമ്മദ് കോയ, ലഫ്റ്റനന്റ് നാജിയ, ഉല്ലാസ്, ചിത്രമേഘൻ, രാജേന്ദ്രകുമാർ, സേതരവി, നാരായണൻകുട്ടി, മുൻ സുബേദർ മേജർ കുഞ്ഞനന്ദൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ബറ്റാലിയൻ തല മികച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ എടപ്പലം PTM തിങ്ങന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമത്തുൽ ഫാസില, പൊന്നാനി MES കോളേജിലെ ശ്രീറാം സന്തോഷ്, അനങ്ങനടി HSലെ PK നിവേദ്യ, പാർലി HSലെ S അനന്തകൃഷ്ണൻ എന്നിവർ കരസ്ഥമാക്കി. 2026 റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത പൊന്നാനി MES കോളേജിലെ റജ റസ്ലിക്കും അവാർഡ് സമ്മാനിച്ചു. തളി വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു.
പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ആചാര്യവരണം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച കാലത്ത് ക്ഷേത്രം തന്ത്രി കല്ലൂർ കുമാരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മൂത്ത അടികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, ഭഗവതി സേവ എന്നിവയുമുണ്ടായിരുന്നു. കാലത്ത് 6 മണി മുതൽ പുരാണ പാരായണം, ഭദ്രകാളി മഹാത്മ്യം, നാരായണീയ പാരായണം എന്നിവയും നടന്നു. 7 മണി മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചപൂജയ്ക്കു ശേഷം പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വൈകിട്ട് 6:30 മുതൽ ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, 6:30 സാംസ്കാരിക സമ്മേളനം, ക്ഷേത്രമാഹാത്മ്യം പുസ്തക പ്രകാശനം, തുടർന്ന് തിരുവാതിരക്കളി, വൈകിട്ട് 7 കീചകവധം കഥകളിയും അരങ്ങേറി. പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പട്ടാമ്പി പന്തക്കൽ ഭൂതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് വിശേഷാൽ പൂജകൾ, പ്രസാദകൂട്ട്, ചുറ്റുവിളക്ക്, നിറമാല, കുരുതി, ഭഗവത് സേവ, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങും നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കാളികളായി. ധർമ്മശാസ്താവിന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ അപൂർവമായ അമൃതകലശ ഹസ്തശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള പെരുമണ്ണൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി വേണാട്ടുമന ഉണ്ണി നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ദൊണ്ടമന ജയരാജ് നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശമാടൽ, നാഗപൂജ, ഭഗവത് സേവ തുടങ്ങിയ വിശേഷാൽ പൂജകളും രാത്രി 9 മണിക്ക് പട്ടിശ്ശേരി മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സമിതിയുടെ കാണിപ്പാട്ടുമുണ്ടായി. ദീപാരാധനയ്ക്കു ശേഷം നവയുഗ പൂരാഘോഷ കമ്മിറ്റിയുടെ വക നിഖിൽ പാവർട്ടിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും അരങ്ങേറി. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് 3 നേരവും അന്നദാനവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ബാബു നീട്ടിയത്ത്, സെക്രട്ടറി കെ നന്ദകുമാർ, രക്ഷാധികാരി എൻ പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ കുറുപ്പത്ത്, ജോയിന്റ് സെക്രട്ടറി ഉണ്ണി കലഴി, ട്രഷറർ കെ മുകുന്ദൻ, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം സമാപിച്ചു. ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെയായിരുന്നു ഉത്സവം കൊണ്ടാടിയത്. പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിലെ ഉത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഉത്സവ സമാപന ദിവസം വെള്ളിയങ്കലിൽ നിന്നും ആറാട്ട് എഴുന്നള്ളിപ്പ് ഘോഷയാത്ര ആരംഭിച്ചു. അലങ്കരിച്ച രഥത്തിൽ ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. താലം, പാണ്ടിമേളം, തിറ, പൂതൻ, കാവടി, മറ്റു വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. ഭാരതപ്പുഴയിൽ ആറാട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മാർഗദർശി രാജീവ് ജി മറ്റു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.